അതിജീവന പോരാട്ട വേദിയുടെ നേതൃത്വത്തിൽ സർവകക്ഷി ജനകീയ കൂട്ടായ്മ ഈ മാസം 23-ന് അടിമാലിയിൽ നടക്കും. ചടങ്ങിൽ ESI ഇല്ലാത്ത കേരളം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടക്കും. വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പുസ്തക പ്രകാശനം നിർവഹിക്കും. കൂട്ടായ്മയുടെ ഭാഗമായി ജില്ലയിലെ ഭൂവിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ക്ലാസുകൾ നടക്കും. അടിമാലി ക്ലബ്ബ് ഓഡിറ്റോറിയത്തിലാണ് നാളെ ഉച്ചയ്ക്ക് ശേഷം 2-ന് അതിജീവന പോരാട്ട വേദിയുടെ നേതൃത്വത്തിൽ സർവകക്ഷി ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചിട്ടുള്ളത്. പശ്ചിമഘട്ട പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലും ജെയിംസ് വടക്കിന്റെ മേൽനോട്ടത്തിലും ഗവേഷകരും അഭിഭാഷകരും 14ഓളം കർഷക സംഘടനകളും ചേർന്ന് തയ്യാറാക്കിയ ESI ഇല്ലാത്ത കേരളം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടക്കും. വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പുസ്തക പ്രകാശനം നിർവഹിക്കുമെന്ന് അതിജീവന പോരാട്ടവേദി ഭാരവാഹികൾ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നമുക്കുണ്ടാകുന്ന ഒട്ടേറെ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാകൊണ്ടിരിക്കുകയാണ്. ESIയുമായി ബന്ധപ്പെട്ട അന്തിമ വിജ്ഞാപനം ഏതാണ്ട് ഇറക്കുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് തത്വത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. ഒരു അന്തിമ റിപ്പോർട്ട് സ്റ്റേറ്റ് കൊടുക്കേണ്ടതുണ്ട്. ആ കൊടുക്കുന്ന റിപ്പോർട്ടിൽ ഇപ്പോൾ ഉള്ള പിഴവുകൾ തിരുത്തുന്നതിന് ഇപ്പോൾ ഈ ഇറക്കുന്ന പുസ്തകം കാരണമാകുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. അതുപോലെ തന്നെ അതിസങ്കീർണമായ വലിയൊരു ഭീതിയോടെ ഇരിക്കുന്ന ഒരു കേസാണ് 4-ാം തീയതി സുപ്രീം കോടതിയിൽ അന്തിമവാദം കേൾക്കുന്ന CHR വിഷയം. ആ വിഷയത്തിലും സമഗ്രമായ ചർച്ച ഉണ്ടാവും. മറ്റു ഭൂവിഷയങ്ങളിലും ചർച്ചകളുണ്ടാകും. മന്ത്രി റോഷി അഗസ്റ്റിൻ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് മുഖ്യപ്രഭാഷണം നടത്തും. കൂട്ടായ്മയുടെ ഭാഗമായി ജില്ലയിലെ ഭൂവിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ക്ലാസുകൾ നടക്കും. MP അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് ചർച്ചാ ക്ലാസ് ഉദ്ഘാടനം ചെയ്യും. MLA-മാരായ അഡ്വക്കേറ്റ് A രാജ, വാഴൂർ സോമൻ തുടങ്ങിയവർ പങ്കെടുക്കും. മുൻ MLA PC ജോസഫ്, വിവിധ രാഷ്ട്രീയ കക്ഷികളുടെയും വ്യാപാരി സംഘടനകളുടെയും ഇടുക്കി ലാൻഡ് ഫ്രീഡം മൂവ്മെന്റിന്റെയും ഭാരവാഹികൾ സംബന്ധിക്കും. ESI റിപ്പോർട്ടിലെ പിഴവുകൾ തിരുത്തുന്നതിനും CHR വിഷയം ചർച്ച ചെയ്യുന്നതിനും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ക്രോഡീകരിച്ച് ജനപ്രതിനിധികളെ ബോധിപ്പിക്കുന്നതിന് അവസരമൊരുക്കുകയാണ് പരിപാടിയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് റസാഖ് ചൂരവേലിൽ, PM ബേബി, ഡയസ് ജോസ്, സുരേഷ് കുഞ്ചിത്തണി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, അടിമാലി.